കഥയെ ആരംഭിക്കുന്നത് അക്ബർ അൽ നുജിം മാസികയിലെ പത്രപ്രവർത്തകയായ സഹാറിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ബീച്ച് സൈഡിലുള്ള തന്റെ മുത്തശ്ശി ഐസലിന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു അവൾ. യാത്രയിലുടനീളം അവൾ മുത്തശ്ശിയെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും കണക്ട് ചെയ്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സഹാറിന്റെ ആശങ്ക വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്നു. വീട്ടിലെത്തിയപ്പോ അവിടെ മുത്തശ്ശിയെ കാണുന്നില്ല. ഓഫീസിൽ നിന്ന് ധൃതി പിടിച്ചിറങ്ങിയപ്പോ മുത്തശ്ശി താമസിക്കുന്ന വീടിന്റെ തന്റെ കയ്യിലുള്ള സ്പെയർ കീ എടുക്കാൻ അവൾ മറന്നിരുന്നു. മുത്തശ്ശിയെ വിളിച്ചിട്ടാണെങ്കിൽ ഒരനക്കവുമില്ല. വാതിലും പൂട്ടിയിരിക്കുകയാണ്. അകത്ത് കിടക്കാനാവാതെ അവള് പരിഭ്രാന്തിയായി നിന്നപ്പോ മുത്തശ്ശിയുടെ അയൽവാസിയായ സമീഹയുടെ പേരക്കുട്ടി അവൾ അവിടെ അങ്ങനെ പരിഭ്രമിച്ചു നിൽക്കുന്നത് കണ്ടു. അവൻ അവളുടെ അടുത്തെത്തി തന്റെ മുത്തശ്ശിയെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന് സഹാറിനോട് ചോദിച്ചു. അവന്റെ മുത്തശ്ശിയെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല, വീട്ടിൽ കാണുന്നുമില്ല. അത് കേട്ടതോടെ സഹാറിന്റെ ഭയം ഒന്നുകൂടി വർദ്ധിച്ചു. രണ്ട് മുത്തശ്ശിമാരും വീടിന്റെ അകത്തുണ്ടാവുമെന്നും രണ്ടുപേർക്കും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം എന്ന തരത്തിലേക്ക് അവരുടെ ആശങ്കകൾ നീണ്ടു. സഹാറാണെങ്കിൽ തന്റെ കൂടെയുള്ള യുവാവിന്റെ പേര് മറന്നുപോയിരുന്നു. കാര്യം അവൻ അവളുടെ ബാല്യകാല സുഹൃത്തൊക്കെയായിരുന്നു. പെട്ടെന്ന് ദോർക്ക് എന്ന പേര് അവൾക്ക് ഓർമ്മ വന്നു. അവൻ തന്റെ കയ്യിലിരുന്ന ഹെൽമെറ്റ് അവളുടെ കയ്യിൽ ഏൽപ്പിച്ചു. ശേഷം ഭിത്തിയിലൂടെ പിടിച്ചു കയറി ജനൽ വഴി വീടിന്റെ അകത്തേക്ക് കടക്കാനുള്ള ശ്രമം ആരംഭിച്ചു. പക്ഷെ അത്രയൊന്നും കാത്തു നിൽക്കാൻ സഹാറിന് ക്ഷമയുണ്ടായിരുന്നില്ല. അവൾ ഹെൽമെറ്റ് വാതിലിലേക്ക് എറിഞ്ഞ് വാതിലിലെ ചില്ല് തകർത്തു. കൃത്യം ആ സമയത്താണ് മുത്തശ്ശിമാരായ ഐസലും സമീഹയും അവരുടെ പിറകിൽ എത്തിച്ചേരുന്നത്. അവര് ബീച്ചിലായിരുന്നെന്നും ഫോൺ എടുക്കാൻ മറന്നുപോയതാണെന്നും അവര് പറഞ്ഞു. പിന്നാലെ എല്ലാവരും വീടിനകത്തെത്തി. മുത്തശ്ശിമാർ തങ്ങളുടെ പരാതികൾ പറയാൻ തുടങ്ങി. തങ്ങളുടെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ പോലും നിങ്ങൾക്കൊന്നും സമയമില്ല. എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ആദ്യം വന്നാൽ മാത്രമേ നിങ്ങൾ അന്വേഷിച്ചു പോലും വരൂ. നിങ്ങളുടെ ഈ പ്രവൃത്തികൾ കാണുമ്പോ ഞങ്ങളെന്തോ മരിക്കാൻ കിടക്കുവാണ് എന്ന പോലൊരു തോന്നൽ ഞങ്ങൾക്കുണ്ടാക്കുന്നത്. അവര് പേരക്കുട്ടികളെ കണക്കിന് കുറ്റം പറഞ്ഞു, ശകാരിച്ചു. സഹാർ എറിഞ്ഞപ്പോ ദോർക്കിന്റെ ഹെൽമറ്റിന് പോറലേറ്റിരുന്നു. അതുകൊണ്ട് അത് തിരികെയെടുക്കാൻ അവൻ വിസമ്മതിക്കുകയാണ്. അവന്റെ ആ പെരുമാറ്റം സഹാറിനെ വിഷമത്തിലാക്കി. ഇവനിതെന്തൊരു അഹങ്കാരിയാണ് എന്നൊരു തോന്നലും അവളുടെ ഉള്ളിൽ ജനിച്ചു. കഥ അവിടെ നിന്നും മുത്തശ്ശി സമീഹയിലേക്ക് തിരിയുന്നു. തന്റെ പേരക്കുട്ടി വന്നതിൽ അവരേറെ സന്തുഷ്ടയായിരുന്നു. അവൻ വരാൻ വേണ്ടിയാണ് സുഖമില്ലെന്ന് താൻ കള്ളം പറഞ്ഞത് എന്നാ മുത്തശ്ശി പറഞ്ഞപ്പോ അവന് അത്ഭുതം തോന്നാതിരുന്നില്ല. അവന്റെ സാമീപ്യം ആഗ്രഹിച്ചതുകൊണ്ടാ താൻ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് അവനെ അവർ സമാധാനിപ്പിച്ചു. മറുവശത്ത് സഹാറാകട്ടെ മുത്തശ്ശിയുടെ കൂടെ കുറച്ചു ദിവസം അവിടെ നിൽക്കാൻ തീരുമാനിച്ചിരുന്നു. മുത്തശ്ശി ആവശ്യപ്പെട്ടതുകൊണ്ടാണ്. പക്ഷേ അവൾക്കതിൽ ജോലിയുടെ കാര്യത്തിൽ ചെറിയ ആശങ്കകൾ തോന്നി. തന്റെ അസിസ്റ്റന്റ് അയ്യെ വിളിച്ചവൾ സംസാരിച്ചു. ആ സംഭാഷണത്തിൽ നിന്ന് ചില കാര്യങ്ങൾ വ്യക്തമായി. അവൾ വർക്ക് ചെയ്യുന്ന മാസികയിൽ അവളുടെ എതിരാളി കൂടിയായ കരീം എന്ന വ്യക്തി മാനേജറുടെ പ്രീതി പിടിച്ചുപറ്റാൻ ശ്രമിച്ചു നിൽക്കുകയാണ്. അതിനൊരു ഉദ്ദേശവുമുണ്ട്. വൈകാതെ ഒരു പ്രൊമോഷൻ വരുന്നുണ്ടായിരുന്നു. കരീം മാനേജറുടെ അടുക്കൽ അടുത്ത ലക്കത്തിന്റെ കവർ സ്റ്റോറിയാക്കാൻ ഒരു പ്രത്യേക വാർത്തയും സൂചിപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. സഹാറ ആകെ പ്രതിസന്ധിയിലായി. അവളാണെങ്കിൽ മാനേജറോട് മുമ്പേ ഒരു വാക്ക് പറഞ്ഞിരുന്നു. ആർക്കും ബന്ധപ്പെടാൻ കഴിയാത്ത ഒരു പ്രശസ്ത ഫോട്ടോഗ്രാഫർ ഉണ്ട്, അദ്ദേഹവുമായുള്ള അഭിമുഖം എങ്ങനെയും സംഘടിപ്പിക്കാമെന്ന്. അതിപ്പോൾ അവളുടെ തലയിൽ തൂങ്ങിക്കിടക്കുന്ന കത്തിയായി മാറിയിരിക്കുന്നു. ഇതുവരെയും ആ ഫോട്ടോഗ്രാഫറെ കണ്ടെത്താൻ സഹാറിന് സാധിച്ചിട്ടില്ല. അയാളെ കണ്ടെത്തൽ അത്ര എളുപ്പമായിരുന്നില്ല. ഗാലറിയിൽ അദ്ദേഹത്തിന്റെ പേരിൽ പ്രദർശിപ്പിച്ച ചിത്രങ്ങളല്ലാതെ ആ ഫോട്ടോഗ്രാഫറെ നേരിട്ട് പരിചയമുള്ളവർ ചുരുക്കമാണ്. അയാളുടെ മാനേജറായി വർക്ക് ചെയ്യുന്ന ആൾക്ക് പോലും അയാളെ കൃത്യമായിട്ടറിയില്ല. കരീമിനെ പരാജയപ്പെടുത്തണമെങ്കിൽ, പ്രൊമോഷൻ നേടണമെങ്കിൽ സഹാർ ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്യണം എന്ന് സഹപ്രവർത്തക കൂടിയായ അസിസ്റ്റന്റ് അയ്യു പറഞ്ഞു. ആ സമയത്താണ് മുത്തശ്ശി സഹാറിന്റെ അടുത്തേക്ക് വന്നത്. മുത്തശ്ശി ഒരു വിഭവമുണ്ടാക്കിയിരുന്നു. അത് അയൽവാസിയായ സമീഹയുടെ വീട്ടിൽ കൊടുക്കാൻ മുത്തശ്ശി നിർബന്ധം പിടിച്ചു. മുത്തശ്ശി താൻ തന്നെ പോവാൻ പറഞ്ഞ നിർബന്ധം പിടിച്ചതിൽ സഹാറിന് അത്ഭുതം തോന്നാതിരുന്നില്ല. പിന്നാലെയാണ് ഒരു കാര്യം വ്യക്തമായത്. പേരക്കുട്ടികളെ പരസ്പരം അടുപ്പിക്കാൻ ആ മുത്തശ്ശിമാരുടെ തന്ത്രമായിരുന്നു അത്. അവർ പ്രണയത്തിലാവണമെന്ന് രണ്ട് മുത്തശ്ശിമാരും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. സഹാർ അവിടെ ചെന്നപ്പോ താൻ തിരക്കിലാണെന്നും സഹാറിന് എന്തെങ്കിലും വേണോ എന്ന് നോക്കാനും സമീഹ തന്റെ പേരക്കുട്ടിയോട് ആവശ്യപ്പെട്ടു. സഹാർ അവനെ കണ്ടയുടനെ അവന്റെ യഥാർത്ഥ പേരായ ഡെനീസ് എന്നത് അവൻ ഓർമ്മ വന്നു. അതവനെ വിളിച്ച് അവൾ അവനെ അത്ഭുതപ്പെടുത്തി. അവൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, ഓ, ഒടുവിൽ എന്റെ പേര് ഓർമ്മ വന്നല്ലോ. ഒരു പരിഹാസത്തോടെയായിരുന്നു അവന്റെ പറച്ചിൽ. അവരുടെ പരസ്പരമുള്ള പെരുമാറ്റത്തിൽ നിന്ന് ഇരുവർക്കുമിടയിൽ ഇഷ്ടക്കേടുകളുണ്ടെന്ന് വ്യക്തമായിരുന്നു. അന്നും അത് പ്രകടമായി. അതൊക്കെ നോക്കിക്കണ്ട മുത്തശ്ശിമാർക്ക് തങ്ങളുടെ പദ്ധതിയൊക്കെ പരാജയപ്പെട്ടുവല്ലോ എന്ന് ചിന്തിച്ച് ദുഃഖം തോന്നി. അന്ന് രാത്രിയിൽ സഹാറിന് തന്റെ സുഹൃത്തിന്റെ ഒരു മെസ്സേജ് കിട്ടി. അത് കണ്ടതും അവളേറെ സന്തോഷിച്ചു. പ്രശസ്ത ഫോട്ടോഗ്രാഫർ ഡെനിസ് ടൊണാലിയുടെ ഏജന്റുമായി ബന്ധപ്പെടാൻ ആ സുഹൃത്തിന് സാധിച്ചിരുന്നു. അതോടെ അദ്ദേഹത്തെ മീറ്റ് ചെയ്ത് ഒരു ഇന്റർവ്യൂ എടുക്കാനുള്ള അവസരം തരപ്പെടും എന്ന് സഹാർ ചിന്തിച്ചു. ആ ഇന്റർവ്യൂ എങ്ങാൻ നടന്നു കിട്ടിയാൽ കരിയറിലെ തന്റെ സ്വപ്നവും പ്രൊമോഷനും
ആഗ്രഹം ഒക്കെ നടക്കുമെന്ന് അവളന്ന് തന്റെ മുത്തശ്ശിയോട് പറഞ്ഞു. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ആളാണെങ്കിലും ഒരു വലിയ പുരസ്കാരം ഡെനീസ് ടൊണാലി വേണ്ടെന്ന് വെച്ചിരുന്നു. അതോടെയാണ് ഡെനീസ് ടൊണാലി അത്രമേൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. പക്ഷേ ആർക്കും തന്നെ അദ്ദേഹത്തെ കണ്ടെത്താനോ അദ്ദേഹവുമായി ഒരു ഇന്റർവ്യൂ നടത്താനോ സാധിച്ചിട്ടില്ല. അത് സഹാറിനെങ്ങാനും സാധിച്ചാൽ അത് അവളുടെ കരിയറിലെ വലിയ നേട്ടമായിരിക്കും. അതിന് അതെങ്ങനെ സാധിക്കും എന്ന് മുത്തശ്ശി അവളോട് ചോദിച്ചു. എന്റെ കരിയറിന്റെ കാര്യമാണെന്നും ഈ അഭിമുഖം നേടിയെടുക്കാൻ താൻ എന്തും ചെയ്യുമെന്നായിരുന്നു സഹാറിന്റെ മറുപടി. അന്നത്തെ ദിവസം അങ്ങനെ കടന്നുപോയി. അടുത്ത ദിവസം പുലർച്ചെ അയൽവാസിയായ മുത്തശ്ശി സമീഹയുടെ കരച്ചിൽ കേട്ടാണ് സഹാർ ഉണർന്നത്. മരത്തിൽ പെട്ടുപോയിരുന്ന മുത്തശ്ശിയുടെ പൂച്ചക്കുട്ടി താഴേക്ക് ഇറങ്ങി വരുന്നില്ല എന്ന് സമീഹ പറഞ്ഞപ്പോ സഹാർ മുത്തശ്ശിയെ സഹായിക്കാൻ തീരുമാനിച്ചു. കോണി വെച്ച് മരത്തിൽ കയറി. പക്ഷേ വിചിത്രമെന്ന് പറയട്ടെ, സഹാര തനിയെ താഴേക്കിറങ്ങാതിരിക്കാൻ മുത്തശ്ശി ആ കോണിയെടുത്ത് മാറ്റി. രണ്ട് മുത്തശ്ശിമാരും അവിടെ ഒന്നിച്ചുണ്ടായിരുന്നു. അവരുടെ അടുത്ത പദ്ധതിയായിരുന്നു അത്. സഹാറിന് തനിയെ ഇറങ്ങാൻ കഴിയാതെ വന്നാൽ ഡെനീസിനെ വിളിച്ച് അവളെ സഹായിക്കാൻ പറയാം. അതായിരുന്നു പദ്ധതി. ഒടുവിൽ അത് തന്നെ സംഭവിച്ചു. സഹാറിനെ സഹായിക്കാൻ വേണ്ടി ഡെനീസിനെ വിളിച്ചു. ഡെനീസ് ആകട്ടെ അവളെ സഹായിക്കാൻ ശ്രമിച്ചെങ്കിലും അബദ്ധത്തിൽ കോണി അവന്റെ തലയിലേക്ക് വീണു. അവന് പരിക്കേറ്റു. എന്താ പറ്റിയതെന്ന് നോക്കാനായി സഹാർ വേഗം താഴെ ഇറങ്ങി എത്തിയെങ്കിലും ഡെനീസ് വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു. അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ വന്നാലും തനിക്ക് പരിക്കേൽക്കുകയാണെന്നും അതുകൊണ്ട് അകന്നു നിൽക്കാനും അവൻ പറഞ്ഞു. സഹാറാകെ വല്ലാതായി വീട്ടിലേക്കും കയറി. ആ സമയത്താണ് മുത്തശ്ശി സഹാറിന്റെ അടുത്തെത്തുന്നത്. ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് സഹാറിന്റെ കയ്യിൽ കൊടുത്ത മുത്തശ്ശി ഡെനീസിന്റെ മുറിവ് നോക്കാനും അവനോട് മാപ്പ് ചോദിക്കാനും പറഞ്ഞു. സഹാനുഭൂതിയോടെ അവൾ അതും വാങ്ങി അവിടെ ചെന്നപ്പോ ഡെനീസ് അവളെ മൈൻഡ് ചെയ്യാതെ അവളെ അവിടെ നിർത്തി തന്റെ മുറിയിലേക്ക് പോയി. അവിടുത്തെ ചുവരിൽ കടലിൽ താഴ്ന്നു പോകുന്ന ഒരു കപ്പലിന്റെ ഫോട്ടോ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്നത് ആ സമയം സഹാർ ശ്രദ്ധിച്ചു. അവൾക്ക് പരിചിതമായ ആ ചിത്രം അവളെ ആകർഷിച്ചു. ആ ഫോട്ടോയെപ്പറ്റി സഹാറ ചോദിച്ചതും മുത്തശ്ശി സമീഹ പറഞ്ഞു, ഇതെന്റെ പേരക്കുട്ടിയുടേതാണ്. ആദ്യ പ്രദർശനത്തിൽ അവൻ വെച്ചിരുന്ന ചിത്രമായിരുന്നു ഇത്. ഡെനീസിന് ചെറുപ്പം മുതലേ ഫോട്ടോഗ്രാഫി ഇഷ്ടമായിരുന്നെന്നും അങ്ങനെയാണ് അവൻ അതിൽ പ്രൊഫഷണൽ ആയതെന്നും അവര് കൂട്ടിച്ചേർത്തു. പെട്ടെന്ന് സഹാറിന്റെ ഉള്ളിൽ ആ ചോദ്യം വന്നു, നിങ്ങളുടെ പേരക്കുട്ടിയാണോ ഡെനീസ് ടൊണാലി? സമീഹ അതേന്ന് മറുപടി പറഞ്ഞു. 2 മാസമായി താൻ തിരഞ്ഞു നടന്ന വ്യക്തി തന്റെ ബാല്യകാല സുഹൃത്താണെന്ന് അറിഞ്ഞപ്പോ സഹാറിനത് വിശ്വസിക്കാൻ പറ്റിയില്ല. അവൾ ഉടൻ തന്നെ തന്റെ അസിസ്റ്റന്റിനെ വിളിച്ച് ആ വിവരം പറഞ്ഞു. അവളോട് വേഗം ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടു വരാനും വരും വഴിയിൽ ചില സാധനങ്ങൾ വാങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഡെനീസ് പിന്നാലെ പുറത്തുപോയി. തന്റെ സുഹൃത്തും ഏജന്റും മാനേജറുമായ കലാശിനെ കണ്ടു. സഹാറിനെ പറ്റിയും അവൾ തന്റെ ഹെൽമെറ്റിൽ പോറേൽപ്പിച്ചതിനെ പറ്റിയും നടന്ന കാര്യങ്ങളെപ്പറ്റിയും ഡെനീസ് കലാശിനോട് വിശദീകരിച്ചു. ഒക്കെ കേട്ടതും കലാശ് തിരികെ ചോദിച്ചു, അവളത് മനഃപൂർവ്വം ചെയ്തതല്ലോ. പക്ഷെ കലാശിന്റെ ഏറ്റവും വലിയ അത്ഭുതം അതുമാത്രമായിരുന്നില്ല. അവന്റെ ഹെൽമെറ്റിൽ തൊടാൻ പോലും അവനാരെയും അനുവദിക്കാറില്ല. ആ ഹെൽമെറ്റ് സ്ക്രാച്ച് വരുത്താൻ പാകത്തിന് എങ്ങനെ അവനൊരു പെൺകുട്ടിയുടെ കയ്യിൽ കൊടുത്തു? അതായിരുന്നു കലാശിന്റെ സംശയം. പിന്നാലെ ഒന്നുകൂടി കലാശ് പറഞ്ഞു, മനഃപൂർവ്വം അവൾ ആ ഹെൽമെറ്റിൽ സ്ക്രാച്ച് വരുത്തിയതുമല്ലല്ലോ. അവളെ എനിക്ക് നേരത്തെ അറിയാമെന്നും എല്ലാത്തിനും എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട് എന്നുമായിരുന്നു ഡെനീസിന്റെ മറുപടി. കലാശിന് ഏറെക്കുറെ കാര്യങ്ങൾ പിടികിട്ടിയിരുന്നു. സഹാർ ഡെനീസിന് വളരെ പ്രിയപ്പെട്ടവളാണ്. പക്ഷെ അവരുടെ പാസ്റ്റിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. വൈകാതെ അയ്യോ സഹാറിനെ കാണാൻ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. പിന്നാലെ അയ്യോ ഒരു കാര്യം കൂടി വ്യക്തമാക്കി. ഡെനീസിലേക്ക് നല്ല രീതിയിൽ എത്തിച്ചേരാനുള്ള വഴിയും ഇന്റർവ്യൂവിനുള്ള വഴിയും ഡെനീസിന്റെ സുഹൃത്തും ഏജന്റും മാനേജറുമായ കലാശാണ്. കലാശിനെ പിടിച്ചാൽ നമ്മുടെ കാര്യം നടക്കും. കലാശ് വഴി ഡെനീസ് എവിടെ ഉണ്ടാകും, ഏതൊക്കെ സ്ഥലങ്ങളാണ് അവൻ ചുറ്റുന്നത് എന്ന കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ കലാശ് എവിടെ ഉണ്ടാകും എന്ന കാര്യം അയ്യോയും സഹാറും അന്വേഷിച്ചറിഞ്ഞു. അവനൊരു കഫേയിൽ സ്ഥിരമായി പോകുമായിരുന്നു. കലാശ് എത്തുന്നതിന് മുമ്പ് അവർ ആ കഫേയിൽ ചെന്നിരുന്നു. കലാശ് വന്നപ്പോ യാദൃച്ഛികമെന്ന വണ്ണം കലാശിനെ കണ്ട പോലെ അവർ പെരുമാറി. കലാശിനെ തങ്ങളുടെ കൂടെയിരിക്കാൻ ക്ഷണിച്ചു. വൈകാതെ ഒരു അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻ അവരുടെ മാഗസിൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നു. അതിന്റെ കാര്യങ്ങൾ കലാശുമായി അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ഡെനീസ് അങ്ങോട്ടേക്ക് വരുമെന്ന പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. അവരുടെ പ്രതീക്ഷ പോലെ കുറച്ചു കഴിഞ്ഞതും ഡെനീസ് അങ്ങോട്ടേക്ക് എത്തി. അവരുടെ സംസാരം തുടർന്നു. ഈ നഗരത്തിൽ വെച്ച് തന്നെ ഈ ബീച്ച് സൈഡിൽ നമുക്ക് ആ ഷൂട്ട് നടത്തിയാലോ എന്ന് സഹാറ ചോദിച്ചപ്പോ കലാശ് അതിന് ഓക്കെ പറഞ്ഞു. താൻ സഹായിക്കാമെന്നും കൂട്ടിച്ചേർത്തു. ഡെനീസിനടുക്കൽ കലാശ് പറഞ്ഞു, സഹാറിനെ ഇവിടുത്തെ ഈ ബീച്ച് സൈഡും പ്രധാനപ്പെട്ട ലൊക്കേഷൻസും ഒന്ന് കാണിച്ചു കൊടുക്കാമോ? ആ ഒരു അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻ നമുക്ക് ഇവിടെ നിന്നേ ചെയ്യാം. അത് പറയുമ്പോൾ കലാശിന്റെ ഉള്ളിൽ മറ്റു ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. സഹാറും ഡെനീസും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് കലാശിനറിയാം. അതിങ്ങനെ അങ്ങ് ഇല്ലാതാവുകയാണെങ്കിൽ ഇല്ലാതാവട്ടെ എന്നായിരുന്നു കലാശ് ചിന്തിച്ചത്.
പിന്നാലെ ഇരുവരും ആ കഫേയിൽ നിന്ന് ലൊക്കേഷൻ നോക്കാൻ പോകാൻ വേണ്ടി ഇറങ്ങാൻ തുടങ്ങി. പക്ഷേ അവളോട് മോട്ടോർ സൈക്കിളിൽ തന്റെ കൂടെ വരാൻ ഡെനീസ് നിർബന്ധം പിടിച്ചു. സഹാറനാണെങ്കിൽ മോട്ടോർ സൈക്കിൾ യാത്ര വല്ലാതെ ഭയമുള്ള കാര്യമാണ്. പക്ഷെ മറ്റ് വഴിയില്ലാത്തതുകൊണ്ട് ധൈര്യം സംഭരിച്ച് അവൾ ആ മോട്ടോർ സൈക്കിളിൽ കയറി. ഒടുവിൽ ബീച്ച് സൈഡിലേക്കും മറ്റും അവർ വന്നെത്തി. ലൊക്കേഷനിൽ നിർത്തി സഹാറിന്റെ കുറെ ഫോട്ടോസൊക്കെ ഡെനീസ് പകർത്തിയെടുത്തു. പക്ഷേ ഇരുവരും പരസ്പരം വലിയ മൈൻഡ് കൊടുക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ പകൽ മുഴുവൻ അവർ അവിടെ അങ്ങ് ചെലവഴിച്ചു. വൈകുന്നേരമായപ്പോ ഭക്ഷണം കഴിക്കാൻ അവരവിടെയുള്ള ഒരു സീ ഫുഡ് റെസ്റ്റോറന്റിൽ കയറി. ഭക്ഷണം കഴിക്കാനായി ഓർഡർ ചെയ്തു. മീനായിരുന്നു വിഭവം. പക്ഷേ കൈകൊണ്ടത് കഴിക്കാനായി സഹാറ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഡെനീസ് ഇത് നോക്കിക്കണ്ടു. അവിടെ വെച്ച സഹാറ അവനോട് സംസാരിക്കാൻ ശ്രമിച്ചു. എന്നോട് എപ്പോഴും എന്തിനാണ് ഇങ്ങനെ ദേഷ്യത്തിലിരിക്കുന്നത്, മോശമായി പെരുമാറുന്നത് എന്നവൾ ചോദിച്ചപ്പോൾ അവൻ മറുപടി കൊടുത്തില്ല. നമുക്ക് സംസാരിക്കാൻ ശാന്തമായ ഒരിടം ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന മട്ടിൽ അവൾ പറഞ്ഞപ്പോൾ അവൻ പിന്നീട് അവളെ അവിടെയുള്ള മനോഹരമായ ഒരു പാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ സ്ഥലത്തിന്റെ ഭംഗി അവളെ അത്ഭുതപ്പെടുത്തിയിരുന്നു. അത്രമേൽ സുന്ദരമായ ഒരിടം. അവൾ അതിനെപ്പറ്റി പറഞ്ഞപ്പോ ഡെനീസ് പറഞ്ഞു, ഞാൻ എപ്പോഴും ശാന്തമായ സ്ഥലങ്ങളാണ് ഇഷ്ടപ്പെടുന്നത്. ഇതുപോലുള്ള പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താൻ എനിക്ക് പ്രത്യേക താല്പര്യം തന്നെയുണ്ട്. ആ കാര്യത്തിൽ താൻ അവളെ പോലെയല്ലെന്നും അവൻ കൂട്ടിച്ചേർത്തു. പ്രകൃതിയിൽ സമയം ചെലവഴിക്കുന്നതിനേക്കാൾ വീടിനുള്ളിൽ ഇരിക്കാനായിരുന്നു അവൾക്കിഷ്ടമെന്ന് അവൻ ഓർത്തു പറയുന്നുണ്ടായിരുന്നു. അവരുടെ പാസ്റ്റ് വെച്ചിട്ടായിരുന്നു അവന്റെ സംസാരം. പിന്നാലെ അവർ തങ്ങളുടെ പഴയ ഓർമ്മകളെ കുറിച്ചങ്ങ് സംസാരിച്ചു തുടങ്ങി. നീ ഇപ്പോഴും നക്ഷത്രങ്ങളെ നോക്കി ഓരോ ആഗ്രഹങ്ങളും മനസ്സിൽ കരുതാറുണ്ടോ എന്ന് അവള് ചോദിച്ചു. ഉണ്ടെന്നും അത് തന്റെ ഏറെ പ്രിയപ്പെട്ട വിനോദമാണെന്നുമായിരുന്നു അവന്റെ മറുപടി. തൊട്ടുപുറകെ എപ്പോഴും ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ പോയി അവിടെ നിന്ന് കല്ലുകൾ ശേഖരിച്ചു വെക്കുന്ന ആ ഒരു ശീലം നിനക്കിപ്പോഴുമുണ്ടോ എന്ന് അവൻ ചോദിച്ചു. തന്നെ പറ്റിയുള്ള അത്ര ചെറിയൊരു കാര്യം പോലും അവനിപ്പോഴും ഓർമ്മയുണ്ടോ എന്നത് സഹാറിനെ അതിശയിപ്പിച്ചിരുന്നു. നിന്നെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ടെന്നും നീയല്ലേ ഒക്കെ മറന്നുപോയത് എന്നുമായിരുന്നു അവന്റെ മറുപടി. സഹാർ പിന്നാലെ അവനരികിലേക്ക് നീങ്ങി നിന്നു. ഡെനീസ് അവളെ തന്റെ തൊട്ടടുത്ത് കണ്ടു. തന്റെ പിണക്കം മറന്ന് അവൻ അവളോട് അടുക്കാൻ തുടങ്ങുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവൾ അവനെ കടലിലേക്ക് തള്ളിയിട്ടു. പിന്നാലെ അവളും അങ്ങോട്ടേക്ക് ചാടി. അവൾ ഇപ്പോഴും ഇത്തരം ക്രേസി തിങ്സ് ചെയ്യുന്നു എന്ന കാര്യം അവന് വിശ്വസിക്കാനായില്ല. വെള്ളത്തിൽ നിന്ന് ഒരു തരത്തിൽ നീന്തി കയറിയവർ വന്നപ്പോ അവൻ അവളോട് ദേഷ്യപ്പെട്ടു. അവൾ തള്ളിയിട്ടപ്പോ അവന്റെ ബൈക്കിന്റെ ചാവി കടലിൽ പോയിരുന്നു. അവൻ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അവൾ ചോദിച്ചു, നീ എന്തിനാ ആ ചാവി കടലിലേക്കിട്ടത്? അവളുടെ ആ ചോദ്യത്തിന്റെ യുക്തിക്ക് മുമ്പിൽ എന്ത് മറുപടി പറയണമെന്ന് പോലും ഡെനീസിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. വല്ലാതെ ദേഷ്യം കൊണ്ടവൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ വീട്ടിലേക്ക് നടന്നു പോകണം. അവളെ കുറ്റപ്പെടുത്തി ബൈക്കും തള്ളി ഡെനീസ് നടക്കാൻ തുടങ്ങി. അവളും കൂടെ തന്നെ നടന്നു. പോകുന്ന വഴിയിൽ ഡെനീസ് പറഞ്ഞു, നമ്മൾ ഒന്നിച്ച് ഇനി എവിടെയും വേണ്ട. നമുക്കിടയിൽ നീയുണ്ടാക്കുന്ന അവസാനത്തെ അപകടം ഇതായിരുന്നോട്ടെ. എനിക്കെല്ലാം കൊണ്ടും മടുത്തു. അവൾ അവനെ പിന്തുടർന്ന് കുറെ മാപ്പ് ചോദിച്ചു. പക്ഷെ ഇനിയും ദയവ് ചെയ്ത് മാപ്പ് ചോദിച്ചു വന്നേക്കരുത് എന്നവൻ അവളോട് പറഞ്ഞു. കാരണം ഓരോ തവണ അവൾ മാപ്പ് പറയുമ്പോഴും താൻ വീണ്ടും ഓരോ അപകടത്തിലേക്കാണ് എത്തിപ്പെടുന്നത് എന്നവൻ കൂട്ടിച്ചേർത്തു. ഞാനെന്ന വ്യക്തി ഉള്ള കാര്യം തന്നെ നീ വിട്ടേക്കാനും സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കണം എന്നും പറഞ്ഞായിരുന്നു അവൻ പോയത്. അടുത്ത ദിവസം രാവിലെ ഡെനീസ് താൻ പകർത്തിയ സഹാറിന്റെ ചിത്രങ്ങൾ നോക്കുകയായിരുന്നു. കലാശിന് അവന്റെ സംസാരത്തിൽ നിന്ന് സഹാറിനോട് താല്പര്യമുള്ള പോലെ ഡെനീസിന് തോന്നി. കലാശിനെ അവരിൽ നിന്ന് അകറ്റി നിർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന മട്ടിൽ അവൻ ആ സമയം എടുത്തു പറയുകയും ചെയ്തു. ഇതേസമയം മറുവശത്ത് രണ്ട് മുത്തശ്ശിമാരും ഡെനീസും സഹാറും തമ്മിലുള്ള ബന്ധം മോശമാവുകയാണോ എന്ന മട്ടിൽ ആശങ്കപ്പെടുന്നുണ്ടായിരുന്നു. എങ്കിലും എന്നാണെങ്കിലും അവർ പരസ്പരം മനസ്സിലാക്കുമെന്നും അവരുടെ ഒളിപ്പിച്ച പ്രണയം വെളിപ്പെടുത്തുമെന്നും അവർ വിശ്വസിച്ചു. എന്നാലും കാര്യങ്ങൾ അങ്ങനെ വിടാൻ അവർ തീരുമാനിച്ചിരുന്നില്ല. അവരൊരു പദ്ധതി വേണമെന്ന് തീരുമാനിച്ചു. അടുത്ത ദിവസം സമീഹ ഡെനീസിനൊപ്പം മാർക്കറ്റിൽ പോയി. ഇതേ സമയം ഐസൽ സഹാറിനെയും കൂട്ടി പുറത്തിറങ്ങി. ഐസൽ സഹാറിനോട് ഒരു കഫേയിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. സമീഹ ഡെനീസിനെയും കൂട്ടി അതേ കഫേയിലെത്തി. കലാശ ആ സമയമാണ് അങ്ങോട്ടേക്ക് വന്നത്. അവിടെ ഉണ്ടായിരുന്ന അയ്യവിനെ കണ്ടതും അയ്യവിനോട് തനിച്ച് സംസാരിക്കാനും പുറത്തു പോവാനും താല്പര്യം പ്രകടിപ്പിച്ച് കലാശ് അയ്യവിനെ ക്ഷണിച്ചു. സഹാറിന്റെ പെർമിഷൻ കിട്ടിയതോടെ അയ്യോ കലാശിനൊപ്പം പോയി. സഹാർ അവിടെ കഫേയിൽ തനിച്ചായി. ഈ സമയം അകലെ നിന്ന് രണ്ട് യുവാക്കൾ സഹാറിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർ സഹാറിനെ സമീപിച്ച് അവളെ ശല്യപ്പെടുത്താൻ തുടങ്ങി. ഇതാ വഴി വരികയായിരുന്ന ഡെനീസ് ശ്രദ്ധിച്ചു. സഹാർ പക്ഷേ അത്ര നിസ്സാരക്കാരിയായിരുന്നില്ല. തന്ത്രപരമായ ആ പയ്യന്മാരെ അവൾ അവിടെ നിന്ന് തെരുവിലേക്ക് എത്തിച്ചു. പിന്നാലെ അവിടെ വെച്ചവരെ മർദ്ദിക്കാൻ ആരംഭിച്ചു. അത് കണ്ട് ഡെനീസും അവളെ സഹായിക്കാൻ ഓടിയെത്തി. പക്ഷേ പതിവ് പോലെ അവളുടെ നിർഭാഗ്യം കൊണ്ട് അവളടിച്ചത് ഡെനീസിന്റെ തലയിലായിരുന്നു. എന്നാലും ഒരു തരത്തിൽ അവരിരുവരും ചേർന്ന് ആ യുവാക്കളെ നേരിട്ടു. ആ സമയം പോലീസും അവിടെ ഉണ്ടായിരുന്നു. പറയണ്ടല്ലോ, പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി.
ഡെനീസും സഹാറും അങ്ങനെ ഒരേ സെല്ലിൽ അടയ്ക്കപ്പെട്ടു. ഏതു നേരത്താണാവോ അവളുടെ ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ തോന്നിയത് എന്ന് പറഞ്ഞ് ഡെനീസ് സ്വയം പഴിച്ചു. അവളുടെ കൂടെയുള്ളപ്പോൾ തന്റെ ജീവിതത്തിൽ നല്ലതൊന്നും സംഭവിക്കില്ലെന്നും തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് താനിങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നതെന്നും അത് അവൾ കാരണമാണെന്നും അവൻ പറഞ്ഞു. പക്ഷേ ഇതൊന്നും തന്റെ തലയിലേക്ക് വെക്കേണ്ടെന്നും സ്വയം കുറ്റപ്പെടുത്തിയാൽ മതിയെന്നുമായിരുന്നു അവളുടെ മറുപടി. താനൊരിക്കലും അവന്റെ സഹായം ചോദിച്ചില്ലെന്നും അവൻ കയറി ഇടപെട്ടതാണെന്നും അവൾ പറഞ്ഞു. നീ ആഗ്രഹിച്ച പോലെ നിന്നിൽ നിന്ന് അകന്നു നിൽക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ എന്നും അവൾ കൂട്ടിച്ചേർത്തു. അവരെ പുറത്തിറക്കാൻ വിവരമറിഞ്ഞ് കലാശും മയ്യുവും സ്റ്റേഷനിലേക്ക് എത്തി. അന്വേഷണത്തിനിടയിൽ സഹാറിനെ ആക്രമിച്ച പയ്യന്മാരെ പിടിച്ചു കൊടുന്നപ്പോ സത്യം പുറത്തു വന്നു. സഹാറിനെ ഒന്ന് പേടിപ്പിക്കുന്ന പോലെ അഭിനയിക്കാൻ ഡെനീസ് വന്ന് അവളെ അപ്പോ രക്ഷിക്കാൻ ഒരു പദ്ധതിയിട്ട് ആ പയ്യന്മാരെ ഏർപ്പാടാക്കിയത് മുത്തശ്ശിമാരായിരുന്നു. ഡെനീസിനെയും സഹാറിനെയും അടുപ്പിക്കാൻ അവർ ചെയ്ത കാര്യമാണ് ഇങ്ങനെ തിരിഞ്ഞുമറിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ എത്തി നിൽക്കുന്നത്. ഒക്കെ കേട്ടതും കാര്യം മഹിക്കും കലാശിനും മനസ്സിലായി. മുത്തശ്ശിമാർ തങ്ങളുടെ പേരക്കുട്ടികളെ അടുപ്പിക്കാൻ ശ്രമിക്കുന്നു. കാര്യങ്ങൾ ബോധ്യപ്പെട്ടതും അവരെയൊക്കെ വിട്ടയക്കാൻ ഓഫീസർ ഉത്തരവിട്ടു. പക്ഷേ അടുത്ത ദിവസമേ റിലീസാവുകയുള്ളൂ. അന്ന് രാത്രി ആ സെല്ലിൽ അവർ കഴിച്ചുകൂട്ടി. അവന്റെ തോളിൽ ചാഞ്ഞുകിടന്ന് അവൾ ഉറങ്ങിപ്പോയിരുന്നു. സെല്ലിലെ ആ ദിവസം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇരുവരെയും അടുപ്പിക്കുന്നുണ്ടായിരുന്നു. നടന്ന കാര്യങ്ങളിലൊക്കെ ഡെനീസ് അസ്വസ്ഥനാണെങ്കിലും സഹാറുമായുള്ള ബന്ധത്തിൽ നേരിയ മാറ്റങ്ങൾ വരുന്നതിൽ അവനുള്ളിൽ സന്തോഷം തോന്നി. അടുത്ത ദിവസം ജയിലിൽ നിന്നിറങ്ങുമ്പോ അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് അവൻ പറഞ്ഞു. പോകുന്ന വഴിയിൽ ബൈക്കിൽ നിന്ന് ഒരു വിചിത്രമായ ശബ്ദം കേട്ടപ്പോ അവൾക്ക് വല്ലാതെ പേടി തോന്നി. വണ്ടി നിർത്താനും ബൈക്കിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു എന്നും പേടിയോടെ അവൾ പറഞ്ഞപ്പോ അവളൊരു പേടിത്തൊണ്ടിയാണ് എന്ന് പറഞ്ഞ് അവളെ കളിയാക്കാനും പേടിപ്പിക്കാനും ഡെന്നീസ് വണ്ടിയുടെ വേഗത കൂട്ടി. അവളുടെ പേടിയെ പരിഹസിച്ചു. പക്ഷേ വണ്ടി നിർത്താൻ ഒച്ചയിട്ടി അവൾ വണ്ടി നിർത്തിച്ച് അതിൽ നിന്നും ഇറങ്ങി. പിന്നാലെ അവനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. മറ്റുള്ളവരുടെ കുറവുകളും ബലഹീനതയും മുതലെടുക്കുന്ന ഒരു കഠിന ഹൃദയനാണ് നീ. എനിക്ക് ബൈക്കിൽ സഞ്ചരിക്കാൻ പേടിയാണ്. പക്ഷെ അത് ഞാൻ ദുർബലയായതുകൊണ്ടൊന്നുമല്ല. ഇതുപോലൊരു ബൈക്ക് അപകടത്തിലാ എന്റെ മാതാപിതാക്കൾ മരിച്ചത്. അതിൽ പിന്നെ ബൈക്കിൽ കയറാൻ എനിക്ക് പേടിയാണ്. അത് സത്യമാണ്. എന്നോട് സ്നേഹത്തോടെ എന്തിനാ പേടിക്കുന്നതെന്ന് നീ ചോദിച്ചെങ്കിൽ ഞാനുള്ള കാര്യം ആദ്യമേ പറഞ്ഞേനെ. പക്ഷെ നീയോ എന്റെ പേടി വെച്ച് പരിഹസിക്കാനും എന്നെ പേടിപ്പിക്കാനുമാണ് കൂടുതൽ ശ്രമിച്ചത്. ആദ്യം തൊട്ടേ നീ എന്നോട് ദേഷ്യത്തിലാ പെരുമാറുന്നത്. എന്തിനാ നമുക്കിടയിൽ ഇങ്ങനൊരു പ്രശ്നമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് പഴയ പോലെ സുഹൃത്തുക്കളായിക്കൂടെ? ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ചുകൂടെ? അവളുടെ വാക്കുകൾ അവന്റെ ഹൃദയത്തിലായിരുന്നു വന്നു പതിച്ചത്. അവന് കുറ്റബോധം തോന്നിയിരിക്കണം. അവൻ അവളുടെ അടുത്തേക്ക് വന്നു. ഇനി ഒരിക്കലും നമുക്ക് പഴയ പോലെ ഫ്രണ്ട്സ് ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ അവളെ പെട്ടെന്നങ്ങ് ചുംബിച്ചു. അവളൊന്ന് ഞെട്ടിയെങ്കിലും സന്തോഷത്തോടെ അവളും ആ ചുംബനം സ്വീകരിച്ചു. പിന്നീട് അവർ അവിടെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, നിന്റെ കൂടെയുള്ളപ്പോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് കാമുകനുണ്ടോ? എനിക്ക് ആരുമില്ല എന്നായിരുന്നു അവളുടെ മറുപടി. പിന്നാലെ അവളുടെ ചോദ്യം വന്നു, ഒരു ഹെൽമറ്റ് പോറലേറ്റതിന് നീ എന്തിനാ ഇത്ര ദേഷ്യപ്പെട്ടത്? എന്തിനാ ഒരു വാശി പോലെ മുഖം കേറ്റിപ്പിടിച്ചു നടന്നത്? ചെറു പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു, ആ ഹെൽമറ്റ് ശരിക്കും അത് നിന്റേതാണ്. നമ്മൾ അവസാനം കണ്ട സമയത്ത് എന്റെ ബൈക്കിൽ കയറാമെന്ന് നീ പറഞ്ഞിരുന്നു. ആ ഒരു വേനൽക്കാലത്ത് നിനക്കായി ഞാൻ വാങ്ങിയതായിരുന്നു അത്. പക്ഷേ അന്ന് നിന്നെ ബൈക്കിൽ കൊണ്ടുപോവാൻ എനിക്ക് പറ്റിയില്ല. അന്ന് മുതൽ ആ ഹെൽമറ്റ് ഞാൻ സൂക്ഷിച്ചിരുന്നു. ഓ, അപ്പോ അത് എനിക്കുള്ള ഹെൽമറ്റ് തന്നെയായിരുന്നല്ലേ? എന്തായാലും അത് എന്റെ അടുത്ത് തന്നെ വന്നു ചേർന്നല്ലോ. അവർ അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ മറുവശത്ത് മുത്തശ്ശിമാർ അയ്യുവിനോടും കലാശിനോടും നടന്ന കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയായിരുന്നു. സഹാറിന്റെയും ഡെനീസിന്റെയും പഴയകാലത്ത് അവരുടെ ഉള്ളിൽ പ്രണയമുണ്ടായിരുന്നു. അവരൊന്നു ചേരുമെന്ന ഞങ്ങൾ കരുതിയതും. പക്ഷേ ഇപ്പോ അവർക്കിടയിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്. എങ്ങനെയും അവരെ ഒന്നു ചേർക്കാനാ ഞങ്ങൾ ഈ ശ്രമിക്കുന്നത്. അവരുടെ സംസാരം അങ്ങനെ അതിനെപ്പറ്റി നീണ്ടുപോയപ്പോ അങ്ങോട്ടേക്ക് ബൈക്കിൽ സഹാറും ഡെനീസും വന്നു ചേർന്നു. അവരിരുവരും പ്രശ്നമില്ലാത്ത പോലെ ശാന്തരും സന്തോഷത്തിലും കാണപ്പെട്ടത് കലാശ ശ്രദ്ധിച്ചു. അവർക്കിടയിൽ എന്തോ വ്യത്യാസമുണ്ട് എന്നത് വ്യക്തമായിരുന്നു. സഹാറ് അവനോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് എത്തി. അയ്യോ സഹാറിനോട് കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയെങ്കിലും അവൾ ഒഴിഞ്ഞു മാറി. ഡെനീസ് ടൊണാലിയുമായുള്ള അഭിമുഖത്തിന്റെ കാര്യം അയ്യോ ഒന്നുകൂടി എടുത്തു പറഞ്ഞു. അവനോട് സത്യങ്ങൾ പറയാനും അഭിമുഖം എടുക്കാനും ആവശ്യപ്പെട്ടു. പക്ഷെ ഇപ്പോൾ അതിനു പറ്റിയ സമയമല്ലെന്നും താൻ അഭിമുഖം എടുക്കുന്നില്ല, അത് വേണ്ടെന്ന് വെക്കുകയാണെന്നും സഹാറ് പറഞ്ഞു. പിന്നാലെ അവൾ അവളുടെ മുറിയിലേക്ക് പോയി. അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. പിന്നീട് ഡെനീസ് സഹാറിനോട് സംസാരിച്ചപ്പോ അവളുടെ ജോലിയുടെ കാര്യത്തിൽ അവൾ അസ്വസ്ഥയാണ് എന്നവന് മനസ്സിലായി. അവളെ അവൻ പുറത്തേക്കൊന്ന് ചേർ ജയിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അവർ ഒന്നിച്ചു നടക്കുമ്പോൾ വളരെ തുറന്ന മനസ്സോടെയും ഊഷ്മളമായും അവർ സംസാരിച്ചു. എന്തുകൊണ്ടാണ് തങ്ങൾ തമ്മിൽ അകന്നു പോയതെന്ന് അവർ ചർച്ച ചെയ്തു. തനിക്ക് അവളോട് എത്രമാത്രം ഇഷ്ടമുണ്ടായിരുന്നെന്ന് അറിഞ്ഞിട്ടും അവൾ തന്റെ സുഹൃത്തുക്കളെയൊക്കെ കൂട്ടി തങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം പ്രിയപ്പെട്ട ആ ഒരു സ്ഥലത്ത് വന്ന് ആഘോഷിക്കുകയും തന്നെ ക്ഷണിക്കാതിരിക്കുകയും ചെയ്തതിലെ തന്റെ വിഷമവും അന്നത്തെ ദേഷ്യവും ഡെനീസ് അവളോട് പറഞ്ഞു.
പറഞ്ഞു, നീ പക്ഷേ ഒരിക്കൽ പോലും നിന്റെ ഫീലിംഗ്സ് എന്നോട് തുറന്നു പറഞ്ഞിട്ടില്ലെന്നും ഒരു സൂചന പോലും തന്നിട്ടില്ല എന്നുമായിരുന്നു സഹാറിന്റെ മറുപടി. പക്ഷേ തനിക്ക് അവളോടുള്ള ഇഷ്ടം മറ്റുള്ള എല്ലാവർക്കും അറിയാമായിരുന്നുവെന്നും അത് ശ്രദ്ധിക്കാതിരുന്നത് അവൾ മാത്രമായിരുന്നു എന്നുമായിരുന്നു ഡെനീസ് മറുപടി പറഞ്ഞത്. തന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അവൾ ആ വികാരങ്ങളെ അവഗണിക്കുന്നതെന്നാണ് താൻ കരുതിയിരുന്നതെന്നും അവൻ കൂട്ടിച്ചേർത്തു. ആ കാലത്ത് താനും അവനെ പ്രണയിച്ചിരുന്നെന്നും ആ ഇഷ്ടമറിയിക്കാൻ പല രീതിയിൽ ശ്രമിച്ചെങ്കിലും ഒന്നും ശരിയായില്ല എന്നും അവൾ കൂട്ടിച്ചേർത്തു. വൈകാരികമായ അവരുടെ സംസാരം തുടർന്നു. ഒടുവിൽ പഴയതെല്ലാം മറന്ന് തങ്ങളുടെ കഥ പുതുതായി ആരംഭിക്കാൻ അവർ തീരുമാനിച്ചു. ആ വേനൽക്കാലത്തിന് ശേഷം എന്തുകൊണ്ടാണ് അവൾ പിന്നീട് ഒരിക്കലും ഇങ്ങോട്ടേക്ക് മടങ്ങി വരാതിരുന്നത് എന്നവൻ തിരക്കി. അവൾ പറഞ്ഞു, ഇവിടെ അവസാനമായി വന്ന വേനൽക്കാലത്താണ് എനിക്കെന്റെ മാതാപിതാക്കളെ ബൈക്ക് അപകടത്തിൽ നഷ്ടപ്പെട്ടത്. പിന്നീട് ഞാനാകെ ഒറ്റപ്പെട്ടു, വലിയ ദുഃഖത്തിലൂടെ കടന്നുപോയി. അതിൽ നിന്ന് മുക്തിയാവാൻ തന്നെ ഒരുപാട് സമയമെടുത്തു. പിന്നീട് ഞാനിവിടെ മടങ്ങി വന്നപ്പോ നീ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഡെനീസ് മറുപടി പറഞ്ഞു, ആ സമയം കുടുംബത്തോടെ ഞങ്ങൾ ജർമ്മനിയിലേക്ക് മാറിയിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പോ എന്റെ മാതാപിതാക്കൾ വേർപിരിഞ്ഞു. അവരോരോരുത്തരും ഓരോ രാജ്യത്തേക്ക് മാറി. ഒടുവില് ഞാൻ ഓരോ ഇടത്തലഞ്ഞു ഇവിടെ എത്തിച്ചേർന്നു. അവരുടെ സംസാരം അങ്ങനെ തുടർന്നു. ശേഷം വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോ അവൾക്കായി അവൻ സൂക്ഷിച്ചു വെച്ച ഒരു ഗിഫ്റ്റ് എടുത്തുകൊണ്ടുവന്നു. ഒരു കുപ്പി. അതിൽ നിറയെ കല്ലുകളായിരുന്നു. ഇതിനോടകം നിരവധി രാജ്യങ്ങൾ അവൻ ചുറ്റിയിരുന്നു. ആ രാജ്യങ്ങളിൽ പോകുമ്പോ അവളെയോർത്ത് അവിടെ നിന്നൊരു കല്ലെടുത്ത് അവൻ സൂക്ഷിക്കും. അവളുടെ പഴയ വിനോദമോർത്ത്. അത് കണ്ടതും സഹാറ സത്യം ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. ഡെനീസ് ഒരിക്കലും അവളെ മറന്നിട്ടേയില്ല. അവൾ വരുന്നതിനായി അവൻ കാത്തിരിക്കുകയായിരുന്നു. അന്നത്തെ രാത്രി മുഴുവൻ സംസാരിച്ചും മറ്റും അവരൊന്നിച്ച് ചിലവഴിച്ചു. അടുത്ത ദിവസം സഹാർ ഉണർന്നപ്പോൾ അവിടെ ഡെനീസിനെ കാണുന്നില്ല. സഹാറ് ഡെനീസിനെ തിരഞ്ഞു. നോക്കുമ്പോൾ അവൻ വലിയ തോട്ടമുള്ള ഒരു വീടിന്റെ പ്ലാൻ തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു. ഇതെന്താണെന്ന മട്ടിൽ അവൾ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാനൊരു ആർക്കിടെക്റ്റ് ആണ്. പക്ഷെ ബിരുദം നേടിയ ശേഷം ഒരു വീട് പോലും ഞാൻ രൂപകൽപ്പന ചെയ്തിട്ടില്ല. ഇത് പക്ഷെ എന്റെ സ്വപ്ന ഭവനമാണ്. വിവാഹശേഷം എന്റെ ഭാവി കുടുംബത്തോടൊപ്പം താമസിക്കാൻ ഇത്തരമൊരു വീട് പണിയണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇതെന്താ ഇപ്പോ ഇങ്ങനെ പൂർത്തിയാക്കാൻ തോന്നിയത്? അവൾ തിരക്കി. ഇതിനുള്ള ശരിയായ സമയം ഇതാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു എന്നായിരുന്നു അവന്റെ മറുപടി. അവളെ ഒന്ന് നോക്കിയിട്ടായിരുന്നു അവനത് പറഞ്ഞത്. സഹാറിനതിന്റെ അർത്ഥം പൂർണ്ണമായി മനസ്സിലായിരുന്നു. പിന്നീട് അവർ പുറത്തുപോയി. ആ സമയം അവന്റെ ഫോട്ടോഗ്രാഫിയിലെ കഴിവിനെക്കുറിച്ച് അവൾ അവനോട് സംസാരിച്ചു. അവൻ ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം അവൻ എന്തിനാ വേണ്ടെന്ന് വെച്ചത്, നിരസിച്ചത് എന്നവൾ തിരക്കി. പ്രത്യേകിച്ചും അത് അസാധാരണ പ്രതിഭകൾക്ക് മാത്രം ലഭിക്കുന്ന ഒന്നായിട്ടും അവന്റെ മറുപടി വന്നു. അവൻ ആഗ്രഹിച്ചിരുന്നത് തന്റെ ചിത്രങ്ങൾ കണ്ട് ആളുകൾക്ക് മാറ്റമുണ്ടാകുന്നതും അവരുടെ അഭിനന്ദനങ്ങളും മാത്രമായിരുന്നു. മറ്റൊന്നും തനിക്ക് ആവശ്യമില്ല എന്നവൻ വ്യക്തമാക്കി. ലോകം മുഴുവൻ അവന്റെ വിജയഗാഥ കേൾക്കാൻ കാത്തിരിക്കുമ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിന്റെ ഐഡന്റിറ്റി രഹസ്യമാക്കി വെച്ചത് എന്ന കാര്യത്തിലും അവൾക്ക് ആകാംക്ഷയുണ്ടായിരുന്നു. അവന്റെ മറുപടിയാകട്ടെ അതിനേക്കാൾ ഗംഭീരവും. തന്നെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തന്റെ ചിത്രങ്ങളിലൂടെ അത് സാധിക്കുമെന്നും ഓരോ ചിത്രത്തിന് പിന്നിലും ഓരോ അർത്ഥങ്ങളുണ്ടെന്നും അവൻ വ്യക്തമാക്കി. അവരുടെ ആ സംസാരം അങ്ങനെ നീണ്ടിരുന്നു. അവന്റെ വാക്കുകൾ സഹാറിനെ ആഴത്തിൽ സ്വാധീനിക്കുക പോലും ചെയ്തു. ഇരുവരും വീണ്ടും പ്രണയത്തിലകപ്പെട്ടു. സന്തോഷം അവരിൽ നിറഞ്ഞു നിന്നു. അന്ന് രാത്രി അയ്യോ സഹാറിനെ അത്യാവശ്യമായി വിളിച്ചു. ഉടൻ കാണണമെന്ന് പറഞ്ഞു. സഹാർ അവിടെ എത്തിയപ്പോൾ ആഡ് ക്യാമ്പയിന്റെ ഫോട്ടോഗ്രാഫർ മറ്റൊരു ഷൂട്ടിനായി പോയി എന്ന കാര്യം അയ്യു പറഞ്ഞു. അത് കേട്ടതും അവൾ ഞെട്ടി. തന്റെ കരിയർ തകർക്കാൻ കരീം ചെയ്തതാണിതെന്ന് സഹാറിന് ഉറപ്പായിരുന്നു. അവൾക്ക് വലിയ ദേഷ്യം തന്നെ വന്നു. വിവരം കലാശ് അറിഞ്ഞു. ക്യാമ്പയിൻ കൃത്യസമയത്ത് തന്നെ തീർക്കാമെന്ന് പറഞ്ഞ് കലാശ് അവളെ സമാധാനിപ്പിച്ചു. പിന്നെയാണ് അവൾ അറിയുന്നത് ഡെനീസാണ് ക്യാമ്പയിൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ തയ്യാറായി മുന്നിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ അവൻ 2 നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ഒന്നാമതായി ക്യാമ്പയിനിൽ ഒരിടത്തും അവന്റെ പേര് വരാൻ പാടില്ല. കൂടാതെ അവരുടെ ടീമിൽ ഫാഷൻ ഡിസൈനർ, മേക്കപ്പ് ആർട്ടിസ്റ്റ്, ലൈറ്റിംഗ് ടെക്നീഷ്യൻ എന്നിവർ മാത്രമേ പാടുള്ളൂ. അവന്റെ ഐഡന്റിറ്റി ആരും വെളിപ്പെടുത്താൻ പാടില്ല. എല്ലാവരും ഇത് കരാറിൽ ഒപ്പിട്ട് നൽകണം. അതറിഞ്ഞതും സഹാർ സന്തോഷത്തോടെ ഡെനീസിനെ കെട്ടിപ്പിടിച്ചു. സെറ്റിൽ വെച്ച് അധികം അടുത്ത് വരരുതെന്നും അത് തന്റെ ശ്രദ്ധ തെറ്റിക്കുമെന്നും ഡെനീസ് അവളോട് തമാശയായി പറയുകയും ചെയ്തു. അടുത്ത ദിവസം അവരുടെ ഷൂട്ട് ആരംഭിക്കുകയായിരുന്നു. എല്ലാവരും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒത്തുകൂടി. ഡെനീസുമായുള്ള അഭിമുഖത്തെപ്പറ്റി സഹാറിനോട് അയ്യു ചോദിച്ചു. താൻ അതൊക്കെ വേണ്ടെന്ന് വെച്ചുവെന്നും പകരം രാജി സമർപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും സഹാർ പറഞ്ഞു. സഹാറിനപ്പോൾ തന്റെ കരിയറിനേക്കാളൊക്കെ ഏറ്റവും വലുത് ഡെനീസായി മാറിക്കഴിഞ്ഞിരുന്നു. അവനെ നഷ്ടപ്പെടുത്താൻ തനിക്ക് പറ്റില്ല എന്നവൾ അയ്യുവിനടുക്കൽ അറിയിച്ചു. പക്ഷേ സഹാർ സ്വാർത്ഥിയാവുകയാണെന്നും അവളുടെ രാജി കാരണം അവളുടെ ടീമിലെ മറ്റുള്ളവർക്കടക്കം ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നയ്യോ കുറ്റപ്പെടുത്തി. അഭിമുഖത്തിന് വേണ്ടിയായിരുന്നോ നീ ഡെനീസുമായുള്ള ബന്ധം ശരിയാക്കിയത് എന്നവൾ സഹാറിനോട്
ചോദിക്കുകയും ചെയ്തു. പക്ഷേ അങ്ങനൊന്നുമല്ലെന്നും താൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരേ ഒരു പുരുഷൻ ഡെനീസ് ആണെന്നും സ്വന്തം നേട്ടത്തിനു വേണ്ടി അവനെ താൻ ഒരിക്കലും ഉപയോഗിക്കില്ല എന്നും സഹാർ എടുത്തു പറഞ്ഞു. മറുവശത്ത് സഹാർ ഡെനീസിനെ കണ്ടെത്തിയ വിവരം കരീം അറിഞ്ഞിരുന്നു. അറിഞ്ഞപാടെ കരീം അങ്ങോട്ടേക്ക് പുറപ്പെട്ടെത്തി. സഹാറിനെ കണ്ട അയാൾ സംസാരിച്ചു. എന്തൊക്കെയായിരുന്നു അഭിമുഖത്തിനു വേണ്ടി നീ ആ ഡെനീസിനോടടുത്ത് നിന്റെ തത്വങ്ങളും നിന്റെ ആശയങ്ങളും തന്നെ ബലികഴിപ്പിച്ചെന്നാണല്ലോ കേട്ടത്. കരീം സഹാറിനെ പരിഹസിക്കാൻ തുടങ്ങി. ഈ സമയമാണ് ഡെനീസ് അങ്ങോട്ടേക്ക് വന്നത്. കരീം ഡെനീസിനോട് പറഞ്ഞു, ഇവള് നിന്നോട് വലിയ അടുപ്പത്തിലായല്ലേ? എന്തിനാണെന്നറിയാമോ? അവൾക്ക് നിന്റെ ഒരു ഇന്റർവ്യൂ വേണം. അവളുടെ പ്രമോഷന് വേണ്ടി. ലോകപ്രശസ്ത മാസികകൾക്ക് പോലും അഭിമുഖം കൊടുക്കാത്ത നിന്നെ പ്രണയം നടിച്ച് അവൾ ഇന്റർവ്യൂവിന് സമ്മതിപ്പിച്ചെന്ന് കേട്ടല്ലോ എന്ന് കരീം പറഞ്ഞതും ഡെനീസിന്റെ മുഖം മാറി. സഹാറ് നടന്ന കാര്യങ്ങൾ അവനോട് വിശദീകരിക്കാൻ ശ്രമിച്ചു. മാറി നിന്ന് തനിച്ച് സംസാരിക്കാം എന്നും അവൾ ഡെനീസിനോട് പറഞ്ഞു. പക്ഷേ കരീമിന്റെ വാക്കുകൾ സത്യമാണെന്ന് അവളിങ്ങനെ ഓരോന്ന് പറയുമ്പോ ഡെനീസിന് തോന്നിക്കൊണ്ടിരുന്നു. അതവനിൽ വലിയ ആഘാതം തന്നെ ഉണ്ടാക്കി. ഡെനീസ് അവളോട് ചോദിച്ചു, നമുക്കിടയിൽ ഉണ്ടായിരുന്നതെല്ലാം ഈ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി മാത്രമായിരുന്നു? അവൾ ഒന്നു പതറി. പിന്നാലെ സത്യസന്ധമായി പറഞ്ഞു, ആദ്യം നിന്നോടടുത്ത് നിന്നെ ആ ഇന്റർവ്യൂവിന് സമ്മതിപ്പിക്കാം എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പക്ഷെ മുമ്പോട്ട് പോയപ്പോ എല്ലാം മാറി മറിഞ്ഞു. ഞാൻ നിന്നെ മനസ്സിലാക്കി. അതോടെ ഇന്റർവ്യൂ ഒക്കെ വേണ്ടെന്ന് വെച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, നിന്നെപ്പറ്റി എഴുതാൻ ഏറ്റവും അർഹത എനിക്കാണ്. നിന്നെ ഏറ്റവും നന്നായിട്ട് അറിയുന്നതും എനിക്ക് മാത്രമാണ്. ഓ ആയിക്കോട്ടെ, നിനക്കെന്റെ ഫോട്ടോ വേണമെങ്കിൽ അത് കലാശിന്റെ അടുത്തുനിന്ന് മേടിച്ചോ. അതും പറഞ്ഞ് സങ്കടത്തിലും ദേഷ്യത്തിലും ഡെനീസ് അവിടെ നിന്ന് നടന്നകന്നു. സഹാർ അവന്റെ പിന്നാലെയോടി അവനോട് ക്ഷമ പറയാൻ നോക്കിയെങ്കിലും അവൻ നിന്നില്ല. ആ സംഗതികൾ അവനെയാകെ തകർത്തിരുന്നു. അത്രനാളും നുണ കൊണ്ട് കെട്ടിപ്പടുത്തൊരു കോട്ടയിലാണോ താൻ ജീവിച്ചത് എന്ന് പോലും അവന് തോന്നി. താൻ സ്നേഹിച്ച ഏക പെൺകുട്ടി തന്നെ വഞ്ചിച്ചുവെന്ന് അവൻ ചിന്തിച്ചു. പിന്നീട് സഹാറ നഗരത്തിലേക്ക് മടങ്ങി. ഡെനീസിനൊപ്പമുള്ള ഓരോ നിമിഷവും ഓർത്ത് അവൾ സങ്കടപ്പെട്ടു. അവനെ നഷ്ടപ്പെട്ടു എന്ന് തന്നെ അവൾ കരുതി. ആ വേദനയിൽ അവൾ ആകെ തളർന്നു. അയ്യവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൾ ഡെനീസിനെ കുറിച്ച് ഒരു അഭിമുഖം തയ്യാറാക്കുന്നത് സഹാറ കണ്ടു. തന്റെ ടീമിനെ താൻ കൈവിടില്ലെന്നും പക്ഷേ പ്രമോഷൻ ആഗ്രഹിച്ചല്ല താനിത് ചെയ്യാൻ പോകുന്നതെന്നും അവൾ വ്യക്തമാക്കി. പിന്നാലെ ഡെനീസിനെ നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി തനിക്കൊന്നും പേടിക്കാനില്ലെന്നും അതിനാൽ അവന്റെ യഥാർത്ഥ കഥ ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തണമെന്നും അവളുടെ ഉള്ളിൽ തോന്നി. വൈകാതെ അവൾ അവനെപ്പറ്റി ആർട്ടിക്കിൾ എഴുതി. അത് മാഗസിനിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടു. സഹാറിന്റെ ആ ലേഖനം വളരെ വലിയ വിജയമായി മാറി. അവൾക്ക് എഡിറ്റർ ഇൻ ചീഫായി പ്രമോഷൻ വരെ ലഭിച്ചു. പക്ഷെ ആ വിജയത്തിന് അവൾക്കൊരിക്കലും സന്തോഷം തോന്നിയിരുന്നില്ല. അവൾ അപ്പോഴും ഡെനീസിനെ ഓർത്ത് വേദനിക്കുകയും അവൻ നൽകിയ കല്ലുകൾ നോക്കി സമയം ചെലവഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതിനിടയിൽ കലാഷ് ഡെനീസിനെ കണ്ട് അവൻ കടന്നുപോകുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു വരണം എന്ന് അവനോട് റിക്വസ്റ്റ് ചെയ്തു. സഹാർ അവനെക്കുറിച്ച് എഴുതിയ ലേഖനം അതിമനോഹരമായിരുന്നു എന്നവൻ പറഞ്ഞു. അവളുമായി ഒരു അഭിമുഖം നടത്തിയില്ലെങ്കിലും എത്ര മനോഹരമായിട്ടാണ് അവൾ അത് എഴുതിയിരിക്കുന്നത് എന്നവൻ എടുത്തു പറഞ്ഞപ്പോ അതിനെക്കുറിച്ച് അറിയാൻ ഡെനീസിനും ആകാംക്ഷ തോന്നി. സഹാറിനോടുള്ള അവന്റെ ദേഷ്യം മാറാൻ അത് സഹായിക്കുമെന്ന് കരുതി കലാശ മാഗസിൻ ഡെനീസിന് കൊടുത്തു. മാഗസിൻ കവറിൽ തന്റെ ചിത്രം കണ്ടപ്പോ അവനത് കയ്യിലെടുത്തു. ആവേശത്തോടെ അത് വായിച്ചു. തന്റെ ഐഡന്റിറ്റി രഹസ്യമാക്കി വെക്കാനും തന്റെ സ്വകാര്യതയെ മാനിക്കാനും സഹാറ ആ ആർട്ടിക്കിളിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നത് അവനെ അത്ഭുതപ്പെടുത്തി. ഫോട്ടോഗ്രാഫറിന്റെ യഥാർത്ഥ പേര് താൻ വെളിപ്പെടുത്തില്ല എന്നവൾ അതിൽ വ്യക്തമായി എഴുതിയിരുന്നു. പക്ഷെ ആ ഫോട്ടോഗ്രാഫർ ബാല്യകാലം മുതലുള്ള തന്റെ പ്രണയിതാവായിരുന്നുവെന്നും ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച കാമുകനായിരുന്നെന്നും അവൾ ആർട്ടിക്കിളിൽ വെളിപ്പെടുത്തി. അവൻ തന്റെ ഭൂതകാലവും ഓർമ്മകളുമാണെന്നായിരുന്നു അവൾ കുറിച്ചത്. ജീവിതത്തിന്റെ തിരക്കിനിടയിൽ ആ ഫീലിംഗ്സ് തനിക്ക് നഷ്ടപ്പെട്ടുവെങ്കിലും അവന്റെ എക്സിബിഷൻ കണ്ട മാത്രയിൽ അതെല്ലാം തന്നിലേക്ക് തിരികെ എത്തിയിരുന്നെന്നും ആ ഓരോ ചിത്രങ്ങളിലും താൻ അവനെയാണ് കണ്ടിരുന്നതെന്നും അതുകൊണ്ടാണ് അവന്റെ ചിത്രങ്ങളെ താൻ അത്രമേൽ സ്നേഹിച്ചതെന്നും അവൾ ആ ആർട്ടിക്കിളിൽ എഴുതി. ലേഖനത്തിലെ ഓരോ വാക്കുകളും വായിച്ച് ഡെന്നീസ് കരഞ്ഞു. അവൾ എത്രമേൽ തന്നെ പ്രണയിച്ചിട്ടുണ്ട് എന്നവൻ തിരിച്ചറിഞ്ഞു. അവന്റെ പ്രണയവും ആ ആർട്ടിക്കിൾ വായിച്ചപ്പോൾ അവന്റെ ഉള്ളിൽ ഉണർന്നു വന്നു. മറുവശത്ത് ഒരു പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു. മാഗസിന്റെ വിജയത്തിന്റെ സഹാറിന്റെ പ്രൊമോഷന്റെ പാർട്ടിയിൽ പോവാൻ സഹാറിന് താല്പര്യമുണ്ടായിരുന്നില്ല. ഒടുവിൽ അയ്യവിന്റെ നിർബന്ധം കാരണം സഹാർ പാർട്ടിയിലെത്തി. അവരവിടെ പാർട്ടിയിൽ തുടരുമ്പോൾ ഡെനീസും കലാശും അങ്ങോട്ടേക്ക് വന്നു. അവൾ എഴുതിയതിനൊക്കെ മറുപടി കൊടുക്കാനുള്ള തന്റെ അവസരമാണിത് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഡെനീസ് കടന്നു വന്നത്. ലോകത്തിനു മുമ്പിൽ സ്വയം വെളിപ്പെടാൻ ഡെനീസ് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അക്കാര്യം അവൻ അവളെ അറിയിച്ചു. തെറ്റിദ്ധാരണകൾ മാറി
പരസ്പരം പ്രണയിക്കുന്നവർ അവിടെ വെച്ച് ഒന്നുചേരുകയായിരുന്നു. ഇരുവരും പരസ്പരം കെട്ടിപ്പിടിച്ചു. പിന്നീടവർ മുത്തശ്ശിമാരുള്ള ആ നഗരത്തിലേക്ക് തിരികെ പോയി. അവരുടെ പ്രണയം തുടങ്ങിയ അത് വളർന്ന ഒടുവിൽ അവരെ വീണ്ടും ഒന്നിപ്പിച്ച അതേ നഗരത്തിലേക്ക് പുതിയൊരു ജീവിതം അവിടെ ആരംഭിക്കുവാൻ ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു പ്രണയ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.